വിശുദ്ധ മർക്കോസ് വിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. യേശു ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും മാലാഖമാരുണ്ട്. സ്വർഗത്തിലെ മാലാഖമാർക്കും ഭൂമിയിലെ മാലാഖമാർക്കും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലെ മാലാഖമാർക്ക് ചിറകുകളുണ്ട്. ചിറകുകൾ നഷ്ടപ്പെട്ട സ്വർഗത്തിലെ മാലാഖമാരാണ് ഭൂമിയിലെ കുഞ്ഞുമക്കൾ. അവിടെ നിഷ്കളങ്കത, പരിശുദ്ധി, സ്നേഹം, പുഞ്ചിരി, നന്മ, സാന്നിധ്യം, ഇടപെടൽ എല്ലാം ഭൂമി എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടു കൂടിയാണ് ഈ പുണ്യഭൂമിയിൽ ജീവിച്ചത്, പഠിപ്പിച്ചത്, പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കം നിറഞ്ഞ സ്നേഹവും കരുതലും ലാളിത്യവും ക്രിസ്തു ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ പരിശുദ്ധമായ സ്നേഹ സാന്നിധ്യം തന്നെ അനുഗ്രഹീതമാണ്. എന്നാൽ ശിഷ്യന്മാർ ശിശുക്കളെ തടയുമ്പോൾ യേശു കോപിച്ചുവെന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുക. എങ്ങനെ കോപിക്കാതിരിക്കും? ഇത്രമാത്രം ലാളിത്യമുള്ള, നന്മ നിറഞ്ഞ, ജീവിത വിശുദ്ധിയുള്ള, സ്വർഗത്തിലെ ഭൂമിയിലെ അടയാളമായ ശിശുക്കൾ യേശുവിൻ്റെ അരികിൽ വരുമ്പോൾ അവരെ തടയുന്നുവെങ്കിൽ എങ്ങനെയാണ് കോപിക്കാതിരിക്കുക? സത്യത്തിൽ നാമും പലപ്പോഴും ശിഷ്യന്മാരെ പോലെ കഠിനഹൃദയരാകാറുണ്ട്. കുഞ്ഞുങ്ങളുടെയോട് നാം കാണിക്കുന്ന ഏറ്റവും കഠോരമായ ഇടപെടലുകൾ, വലിയ ശാസനകൾ, അസ്വസ്ഥതകൾ, കുഞ്ഞുങ്ങളെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ, അവരെ സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ ഏറെ സങ്കടകരമാണ്. ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടാകില്ല ആ നിമിഷങ്ങളിൽ. ഓർക്കുക, കുഞ്ഞുങ്ങളെ നാം സ്നേഹിക്കുമ്പോൾ, സംരക്ഷിക്കുമ്പോൾ, അവരിൽ സ്വർഗീയ കൃപയുടെ മുഖവും നന്മയും ദർശിക്കുമ്പോൾ നാം ദൈവത്തിരുമുമ്പിൽ കൂടുതൽ അനുഗ്രഹീതരാകും. നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയും അവരെ ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഭൂമിയിലെ അടയാളമായി കാണുകയും വേണം. ശിശുക്കൾ എന്നത് ഒരു ദൈവാശ്രയത്തിൻ്റെ അടയാളം കൂടിയാണ്. അവർ എന്തിനും ഏതിനും മാതാപിതാക്കളെ ആശ്രയിക്കുന്നത് പോലെ ദൈവമക്കളായ നമ്മൾ ശിശുസഹജമായ വിശ്വാസത്തോടെ, നൈർമല്യത്തോടെ, സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ശിശുക്കൾ എപ്പോഴും ആനന്ദദായകരാണ്. അവർ ജീവിക്കുന്നത് പുഞ്ചിരിയുടെ മനസ്സിലാണ്. അവരുടെ എല്ലാ വികാരങ്ങളും ഉടനെ പ്രകടിപ്പിക്കുകയും ആരോടും പരിഭവമില്ലാതെ, ആരോടും വിദ്വേഷമോ പരാതിയോ ഇല്ലാതെ കടന്നു പോകുന്നു. അവരുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ്. എന്നാൽ ഒരിക്കലത് നിറവേറ്റി കഴിയുമ്പോൾ അവർ തുള്ളിച്ചാടുന്നു. ആനന്ദത്തിൽ അവർ പൊട്ടിച്ചിരിക്കുന്നു. ആ പുഞ്ചിരി ഭൂമിയെ കൂടുതൽ സന്തോഷഭരിതമാക്കുന്നു. സത്യത്തിൽ കുഞ്ഞുങ്ങളെ നാം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മുതിർന്നവരെന്ന നിലയിൽ ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ അനുഗ്രഹീതരാകുക. ക്രിസ്തുവിൻ്റെ മനസ്സാണ് നമുക്ക് വേണ്ടത്. വിശുദ്ധ സുവിശേഷത്തിൽ ഒരിക്കൽ പോലും യേശു കുഞ്ഞുങ്ങളോട് ശാസിക്കുകയോ അവരെ തിരുത്തുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ യേശു 6-7 ഇടങ്ങളിൽ ശിശുക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന എല്ലാ ഇടങ്ങളും യഥാർത്ഥത്തിൽ ശിശുക്കൾക്ക് വേണ്ടിയല്ല. ശിശുക്കളെ സംരക്ഷിക്കുവാൻ മുതിർന്നവരായി നമുക്ക് വേണ്ട നന്മകളെക്കുറിച്ചാണ്. അവരെ തടയരുത്, അവരെ പോലെ ആകണം നിങ്ങൾ, അവർക്ക് ദുർമാതൃക നൽകരുത്, നിങ്ങൾ അവരെ ഓർത്ത് കരയണം. സ്വർഗപിതാവിൻ്റെ മുഖം ഭൂമിയിൽ കാണുന്നവരാണവർ. അവർ നന്മ നിറഞ്ഞവരാണ്. അവർക്ക് ദുർമാതൃക നൽകുന്നത് ദൈവത്തിരുമ്പിൽ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയാണ്. ക്രിസ്തു പഠിപ്പിക്കുന്ന ഓരോ പദവും വാക്കുകളും ഓർക്കൂ. ശിശുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്
സ്വർഗത്തിൻ്റെ മുഖം ഭൂമിക്ക് യേശു കാണിച്ചു നൽകി. നാമും ഈ പുണ്യഭൂമിയിൽ കുറച്ചുകൂടി നൈർമല്യമുള്ളവരായി ജീവിക്കുവാൻ ക്രിസ്തു ക്ഷണിക്കുന്നത്, അതിന് മാതൃകയായി ക്രിസ്തു നൽകുന്നത് കുഞ്ഞുമക്കളെയാണ്. നമുക്ക് കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിക്കാം. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വല്ലാതെ നൊമ്പരപ്പെടുകയും മുറിവേൽക്കുകയും ചെയ്യുന്നു. നമുക്ക് കുഞ്ഞുങ്ങളോട് കരുണയോടുകൂടി ഇടപെടാനുള്ള ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.